ഈ ധർമ്മസ്ഥല അത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ പ്രചരിച്ചു. അതെല്ലാം ഈ ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയുകയും ചെയ്തു. ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ, ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യയുടെ വെളിപ്പെടുത്തലായിരുന്നു ഇതിൻ്റെയൊക്കെ ആധാരം എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ്, 2 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങി 2023 തുടങ്ങിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഇപ്പോൾ ഈ നടന്നതെന്ന്. അദ്ദേഹം അവിടെ ഈ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം ഹാജരാക്കിയ സ്ത്രീയുടെ തലയൊട്ടി അത് വാസ്തവത്തിൽ പുരുഷൻ്റെതാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അതിലെ കണ്ടെത്തിയ മണ്ണ് ഫോറൻസിക് പരിശോധനയിൽ ആ ധർമ്മസ്ഥലയിലെ മണ്ണല്ല ആ തലയൊട്ടിയിൽ നിന്നുള്ളതെന്നും ഇപ്പോൾ വാർത്തകൾ വരുന്നു. ഈ ധർമ്മസ്ഥലയ്ക്ക് പിന്നിലുള്ള അജണ്ട എന്തായിരുന്നു അപ്പോൾ വാസ്തവത്തിൽ? അല്ലെ, ഈ ധർമ്മസ്ഥല ഒരു പ്രധാനപ്പെട്ട ഹൈന്ദവ ആരാധനാ കേന്ദ്രമാണ്. ഈ ഹൈന്ദവ ആരാധനാ കേന്ദ്രങ്ങൾ ഒന്നിനൊന്നായിട്ട് തകർക്കാനായിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമമുണ്ട്. അത് ശബരിമലയിലെ യുവതി പ്രവേശനത്തിൻ്റെ പേരിൽ കേരള സർക്കാർ കാണിച്ചതാണെങ്കിലും അതിനുശേഷം നടന്നിരിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുടെ വിഷയങ്ങളാണെങ്കിലും ഓരോന്നിലും ഇത്തരത്തിൽ ചില കോൺട്രവേഴ്സീസ് കൊണ്ടുവരാണ്. ഈ കോൺട്രവേഴ്സീസ് കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നിങ്ങൾ പരമാവധി ക്ഷേത്രങ്ങളിൽ പോകാതിരിക്കാൻ വേണ്ടി. നാളെ വേണമെങ്കിൽ ഗുരുവായൂരിനെതിരായിട്ടുണ്ടാവാം. ഗുരുവായൂരിൽ ഇടക്കാലത്ത് വന്നിരുന്നു. ഗുരുവായൂരിൽ ഒരാൾ വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ നിങ്ങൾ സ്ത്രീകളാരും സാരിയിലെ ചുരിദാർ ധരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു. ഇത്തരം ഒരുപാട് നറേഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഈ നറേഷൻസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ പറയുന്ന ദേവാലയങ്ങൾ ഇല്ലായ്മ ചെയ്യലാണ്. ഇന്ന് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രങ്ങളെയൊക്കെ നശിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ട്. ഈ നടത്തുന്ന ആരാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതിനകത്ത് ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകളുണ്ട്, നക്സൽ ഗ്രൂപ്പുകളുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ചില മാധ്യമപ്രവർത്തകരുണ്ട്. കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ പലരും ഞാൻ മനസ്സിലാക്കുന്നത് ഇവരിൽ നിന്ന് പണം പറ്റുന്നവരാണ്. ഇപ്പോൾ ഈ ധർമ്മസ്ഥലയുടെ ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി എന്നെ തന്നെ പലരും വിളിച്ചിരുന്നു. ഞാൻ ആ പല ചാനൽ ചർച്ചയിലും ഞാൻ പങ്കെടുത്തിരുന്നില്ല. കാരണം ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധർമ്മസ്ഥലയിൽ 100 കണക്കിന് വരുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന് ചില ആളുകൾ വലിയ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണ് പറയുക. ഇതൊക്കെ നടത്തി അങ്ങനെ പറഞ്ഞങ്ങ് പൊലിപ്പിച്ച് പറഞ്ഞങ്ങ് സ്ഥാപിക്കാനുള്ള പരിശ്രമമാണ് ഇവരുടെ എല്ലാവരും പ്രധാനപ്പെട്ട ചില ഉദ്ദേശം. നമുക്കറിയാലോ, കോഴിക്കോടുകാരനല്ല, എന്തായാലും പേര് ഞാൻ മറന്നുപോയി, മനാഫ്. ഈ പറയുന്ന മനാഫ് തുടങ്ങിയിരിക്കുന്ന ആളുകൾ അവിടെ രാജേഷിനെ കൊണ്ടുവന്നിട്ട് കൊല്ലിച്ച കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അയക്കെതിരായിട്ട് കേസില്ല. ഈ മനാഫാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ പിന്നിലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. മനാഫ് മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞ ചിന്നയ്യ എന്നൊക്കെ പറഞ്ഞ ശുചീകരണ തൊഴിലാളിയുണ്ട്. ഈ തൊഴിലാളി പണം വാങ്ങിച്ച് ചെയ്യുന്ന ഇതിന് കൃത്യമായിട്ടുള്ള യാതൊരു എവിഡൻസും ഇല്ല. അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ക്ഷേത്രങ്ങൾക്കെതിരായി കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ വരുന്ന വലിയ ജനസഞ്ചയത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടേക്കാണോ ജനക്കൂട്ടം ഉണ്ടാകുന്നത്, ഏതെല്ലാം ക്ഷേത്രങ്ങളിലാണ് കൂടുതൽ ആളുകൾ വരുന്നത്, ആ ക്ഷേത്രങ്ങളെ എല്ലാം വിവാദ ഭൂമിയാക്കിയിട്ട് മാറ്റുക. ആ വിവാദം അതിൻ്റെ ആചാരങ്ങളെ സംബന്ധിക്കുന്ന വിവാദമാക്കുക, അതിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമാക്കുക. ഈ പറയുന്ന ധർമ്മസ്ഥലയില് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ദിവസം ഏകദേശം 50,000-ഓളം ആളുകൾ സൗജന്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ക്ഷേത്രമാണത്. ഈ സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ ക്ഷേത്രം സ്ഥാപിച്ചിട്ട് 1000-കണക്കിന് വർഷമായിട്ടുണ്ട്. ഹൈന്ദവ ദേവാലയമാണ്. പക്ഷെ ഏറ്റവും രസകരമായ സംഭവം, ആ ക്ഷേത്രത്തിന്റെ ഭരണാധികാരി ജൈന മതത്തിൽപ്പെട്ടുള്ള ആളാണ്. ഹെഗ്ഡെ ധർമ്മമതത്തിൽപ്പെട്ടുള്ള ആളാണ്, ജൈനമതത്തിൽപ്പെട്ടുള്ള ആളാണ്. അങ്ങനെ ജൈനമതത്തിൽപ്പെട്ട ഒരാൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൈന്ദവ ദേവാലയത്തെ, അതും അദ്ദേഹമാണെങ്കിലും നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ്. ഈ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ എല്ലാം തന്നെ തടയുകയും പ്രത്യേകമായിട്ട് ഇവർ സൃഷ്ടിക്കുന്ന നറേഷൻ്റെ അകത്തതിനെ കൊണ്ടുവരികയും ആ ദേവാലയം നശിപ്പിക്കുകയും നാട് നശിപ്പിക്കുകയും ചെയ്യുന്ന ചില കുൽസിത ശക്തികളുടെ ആസൂത്രിതമായിരിക്കുന്ന പരിശ്രമത്തിന്റെ പരിണിത ഫലമാണ് നമ്മുടെ ധർമ്മസ്ഥലയിൽ കണ്ടത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവിടെ തന്നെ ആ സ്ത്രീ സുശീല പട്ടേൽ അവരുടെ പേര്, ആ വനിതയെ കുറിച്ച് പറയുന്നുണ്ട്, അവർക്ക് മകളില്ല. ഈ മകളില്ലാത്ത സ്ത്രീയോട് പറയാണ്, എൻ്റെ മകളെ കൊണ്ടുപോയിട്ട് ഇവര് ബലാത്സംഗം ചെയ്തു, ആ കുട്ടിയെ കൊന്നു കളഞ്ഞു. സത്യത്തിൽ സുശീല പട്ടേലിന് മോളില്ല. എന്തൊരു കഥയാണത്! ഈ ചിന്നയ്യ തൊഴിലാളിയാണ് ഈ തൊഴിലാളിയെ കൊണ്ട് പറയിപ്പിക്കുന്ന. ചിന്നയ്യ പറയുന്ന ലാസ്റ്റ് 2 ലക്ഷം രൂപ എങ്ങോട്ട് അയക്ക് കൊടുത്തു എന്നാണ്. ഈ പറയുന്ന പണം കൊടുത്ത് മനാഫ് ഇത് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ മനാഫ് മിക്കവാറും കേരളത്തിലെ ചാനലുകളിലൊക്കെ വന്നിരുന്നല്ലോ. കേരളത്തിലെ മലയാളത്തിലെ ചാനലുകളിൽ ഈ വിഷയവുമായിട്ട് ബന്ധമുള്ള എല്ലാവരും മനാഫിനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന നമ്മൾ അന്വേഷണം നടത്തും. മനാഫിനെതിരായിട്ട് മാത്രം അന്വേഷണം പ്രഖ്യാപിച്ചാൽ പോരാ, ഈ പറയുന്ന ചാനലുകൾക്കെതിരായിട്ട് അന്വേഷണം നടത്തണം. ഇവർ എവിടെ നിന്നാണ് മനാഫിനെ കൊണ്ടുവന്നത്, മനാഫിൽ നിന്ന് ഇവർ ഡേറ്റ എവിടെ നിന്നാണ് കളക്ട് ചെയ്തത്, എന്തിനാണ് മനാഫിന് ഇവർ പ്രൊജക്ട് ചെയ്യുന്നതിൻ്റെ പേരിലാണ്. ഈ മനാഫിന് നേരത്തെ പറയുന്ന രാജേഷ് എന്ന് പറയുന്ന
ആ വാഹനത്തിന്റെ അപകടത്തിൽ മരിച്ചിട്ടുള്ള കേസിനകത്ത് മനാഫിന്റെ വാഹനമായിരുന്നതാണ് നമ്മൾ പറയപ്പെടുന്നത്. ഇത് ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ മനാഫിന് ഇവർ വെള്ളപൂശാൻ പരിശ്രമിക്കുന്നത് അർജുന്റെ കേസില് അതൊരു സാമാന്യ മര്യാദയാണോ? അത് ഈ തരത്തിൽ മര്യാദഘട്ട പ്രവർത്തനം നടത്തുന്ന ഈ പറയുന്ന നക്സൽ ഗ്രൂപ്പുകളായിട്ട് ബന്ധമുള്ള ഇസ്ലാമിക തീവ്രവാദികളായിട്ട് ബന്ധമുള്ള കേരളത്തിലെ ചില മാധ്യമ മുതലാളിമാരുടെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് ധർമ്മസ്ഥലയിലെ പ്രശ്നം. പക്ഷെ ഏതാണെങ്കിലും ധർമ്മസ്ഥലയിലെ ജനങ്ങളുടെ സത്യസന്ധതയ്ക്ക് അർഹിക്കുന്ന രീതിയിലൊരു അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. ഈ വസ്തുത കളവാണെന്നുള്ളത് ഏറെക്കാലം കഴിയുന്നതിന് മുന്നേ ബോധ്യപ്പെട്ടു. ഇത് ഇവിടെ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞില്ല ശബരിമല സംഭവം. ആ ശബരിമലയിൽ ആരാണ് യുവതികളെ കൊണ്ടുപോയത്? ആരൊക്കെയാണ് പോയ യുവതികൾ? ആരാണ്? ആരെങ്കിലും വിശ്വാസികളോടെ പോയോ? ഏതെങ്കിലും CPM-ന്റെ LC സെക്രട്ടറിയുടെ ഭാര്യ അവിടെ പോയിട്ടുണ്ടോ? ഏരിയ കമ്മിറ്റിയുടെ ഭാര്യയോ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയോ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? ഇവരാരും പോയിട്ടില്ലല്ലോ. മറിച്ച് ഇവര് വേഷം കെട്ടിച്ച് കൊണ്ടുപോയിരിക്കുന്ന ആളുകളെല്ലാം കൃത്യമായിട്ട് ഒരു കേരള സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്ന ചില ആളുകളാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അവരെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കാൻ വേണമെന്ന. ആരൊക്കെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത്? സ്റ്റാലിനെ പോലുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത്. ഒരു ക്ഷേത്രം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകള്, ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് ധരിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് പരിപാടിയിൽ പങ്കെടുപ്പിച്ച് ക്ഷേത്ര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങള് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടത്താൻ വേണ്ടി പോകുന്നു കേരള സർക്കാർ. പണം ചെലവഴിക്കുന്ന അയ്യപ്പന്മാരുടെ പണമാണ്. അവര് ഭണ്ഡാരത്തിലിട്ട് കൊടുക്കുന്ന പണത്തെ വിനിയോഗിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേരള സർക്കാരും ചേർന്ന് ഈ തരത്തിൽ മ്ലേച്ഛമായിട്ടുള്ള പരിപാടികൾ നടത്തുന്നു. ഇതിന്റെ ഒരു തുടർച്ചയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ധർമ്മസ്ഥലയിൽ സംഭവിച്ചിരിക്കുന്നത്. ധർമ്മസ്ഥലയില് ഒരു റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണോ വർഗീയ ധ്രുവീകരണമാണോ വാസ്തവത്തിൽ ലക്ഷ്യമിട്ടത്? അവിടെ രണ്ടിനും കൂടിയായിട്ടുള്ള ഒരു സങ്കരമാണ് വാസ്തവത്തില്. കാരണം ചില ആളുകൾക്ക് റിയൽ എസ്റ്റേറ്റ് താല്പര്യമുണ്ട്. അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന അവിടെയുള്ള മംഗലാപുരത്തേക്കുള്ള ചില കച്ചവടക്കാർക്ക് താല്പര്യമുണ്ട്. ഇവിടെ അവർക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് ഇവിടെ പണിയണം എന്നുള്ള ആവശ്യമുണ്ട്. ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ താല്പര്യക്കാരൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ക്ഷേത്ര വിരുദ്ധമായിരിക്കുന്ന നക്സൽ ഗ്രൂപ്പുകളുടെ പിന്തുണ ഇവർക്കുണ്ട്. അതേപോലെ തന്നെ ഇവരെല്ലാവരും കൂടി വിളക്കിച്ചേർക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ പിന്തുണ ഇവർക്കുണ്ട്. ഈ പറയുന്ന നമ്മൾ ധരിക്കുന്ന പോലെ ഒരിക്കലും ഒരാൾ മാത്രമായിട്ടല്ല ഒന്നും ചെയ്യാം. ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഇവരെല്ലാവരും കൂടി ചില കൂട്ടായ്മകൾ ഇവരെ സംബന്ധിച്ചിട്ടുണ്ട്. ആ കൂട്ടായ്മയുടെ ലക്ഷ്യം ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനബിന്ദുക്കളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ക്ഷേത്രം നശിപ്പിക്കുക, ക്ഷേത്ര വിശ്വാസത്തെ തകർത്തളയുക, കുടുംബ ബന്ധങ്ങളെ തകർത്തളയുക, കുടുംബങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുക. ഈ തരത്തിൽ ചെയ്തതിന് ശേഷം ഇവിടെ എല്ലാം നടക്കുന്നത് ഇത്തരത്തിലാണെന്നുള്ള ചില തെറ്റായിട്ടുള്ള പ്രചരണങ്ങളും ഇവർ നടത്തിക്കൊണ്ട് ഇവരുടെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടി ഇവർ പരിശ്രമിക്കുകയാണ്. ഏതാണെങ്കിലും ഈ പറയുന്ന ശക്തികളുടെ ഇത്തരം കാര്യങ്ങളിലുള്ള കൂട്ടായ്മ അത്യന്തം അപകടകരമാണ് എന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല.